ഈ അടുത്ത കാലത്ത് ഗുരുവായൂരിൽ ഒരു പ്രഭാഷണ പരമ്പര ഉണ്ടായിരുന്നു. അപ്പം അതിലെ ആചാര്യൻ എന്നോട് പറഞ്ഞതാണ്, ഒരു ആചാര്യൻ, ആളെയൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം പ്രഭാഷണത്തിന് പോയി. അപ്പം ഇദ്ദേഹം ഗംഭീരമായ പ്രഭാഷണമൊക്കെ ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന് പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അങ്ങയുടെ പ്രഭാഷണം കേട്ട് എനിക്ക് മനഃപരിവർത്തനം വന്നു. അങ്ങയുടെ പ്രഭാഷണം കേട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തകരുമായിരുന്നു. പൊട്ടിക്കരഞ്ഞ കാൽക്കലൊക്കെ വീണപ്പോൾ ആചാര്യനും തോന്നി എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് ഒരു പൊട്ടനെങ്കിലും നേരെയല്ലോ എന്ന്. വളരെ സന്തോഷമായി. അങ്ങനെയൊക്കെ ആണെങ്കിലും മഹാത്മൻ എനിക്ക് തിരിച്ചു പോവാൻ പൈസയില്ല, എൻ്റെ പൈസ ആരോ പോക്കറ്റ് അടിച്ചിരിക്കണോ ഒക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ പാവം ഗുരുവായൂർ ദേവസ്വം ആകെ കൊടുക്കുന്ന 1000 രൂപയാണ്. അദ്ദേഹം ആ 1000 രൂപ അദ്ദേഹത്തിന് കൊടുത്തു, രക്ഷപ്പെടട്ടെ എന്ന് കരുതി. ആ ആചാര്യൻ തിരിച്ചു പോകുന്ന സമയത്ത് ഈ വാങ്ങിച്ച പാർട്ടിയുടെ നേരെ ബാറിലേക്കാണ് കയറുന്നത്. അയാൾ നമ്പർ 1 തട്ടിപ്പുകാരനായിരുന്നു, പാവം അറിയുന്നില്ല. പറയാണ് ആ പൈസയും കൊണ്ട് നേരെ പോയത് ബാറിലേക്ക് കയറി പോകുന്നത് അയാളെ കണ്ടു. അപ്പം നോക്കൂ, തട്ടിപ്പിൻ്റെ എന്തെല്ലാം വിവിധ രൂപങ്ങൾ ലോകത്തിൽ. ഇദ്ദേഹം അതുവരെ പറയായിരുന്നു, ഓ എന്നാൽ ആ വ്യക്തിയുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ എന്തൊരു ദീനതയായിരുന്നു. കേട്ടിട്ട് നന്നാവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ നന്നാവട്ടെ എന്ന് കരുതി 1000 കൊടുത്തു. അവൻ നല്ല നന്നാവാനാണ് പോയിരിക്കുന്നത്. അതങ്ങോട്ട് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നന്നായില്ലേ, പിന്നെ അത് എല്ലാ ദുഃഖങ്ങളും അതോടുകൂടി പരിവർത്തനം വന്നു. ചിന്തിക്കും നിങ്ങൾ, ഒരു വ്യക്തിക്കും വേറൊരു വ്യക്തിയുടെ മനസ്സിനെ തൊടാൻ സ്വാതന്ത്ര്യമില്ല. അപ്പം പിന്നെ ജീവിച്ചിരിക്കുന്ന അവതാരമൂർത്തികൾക്ക് പറ്റുമോ? അതുകൊണ്ട് നമ്മുടെ ഭക്തി മാറ്റേണ്ടതില്ലേ? വേണോ വേണ്ടയോ? എല്ലാം കൃഷ്ണ നോക്കണേ, കാത്തുരക്ഷിക്കണേ, ഇതൊന്നും നിങ്ങൾ വിളിച്ചു പറയരുത്. കൃഷ്ണനൊന്നും എവിടെ ഇരുന്നിട്ടും കാത്തുരക്ഷിക്കാൻ പറ്റില്ല. പിന്നെ കാത്തുരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഭഗവത് ചിന്തയിൽ അർപ്പിക്കും തോറും ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴികളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു കാണും. ഭഗവാൻ ഇതാണ് പറയുന്നത്. നോക്കൂ, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം എടുത്ത് നോക്കൂ. ഭഗവാൻ വളരെ വ്യക്തമായി ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. പറയണത്, തേഷാമഹം സമുദ്ധർത്ത തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. ആരാണോ പ്രീതിപൂർവകം ഭജതാം, എന്നെ ധ്യാനിക്കുന്നത്. ഈ ഭജിക്കുക എന്നുള്ള വാക്കിനൊക്കെ ധ്യാനിക്കുക എന്നർത്ഥമെടുക്കണം. ആരാണോ എന്നെ പ്രീതിയോടെ ധ്യാനിക്കുന്നത്, ദിവസവും ധ്യാനിക്കുന്നത്, അവർക്ക് ബുദ്ധിയോഗം ദദാമി. ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ ഒരു ദുരിതം വരുമ്പോൾ ആ ദുരിതത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴികളൊക്കെ അവർക്ക് തെളിഞ്ഞു കിട്ടും. അപ്പം നമ്മൾ പുതിയ സംസ്കാരം രൂപാന്തരപ്പെടുത്തണം. ഈ പ്രാർത്ഥിക്കുക എന്നുള്ള സംസ്കാരത്തിൽ നിന്നും പറയൂ, ഇതാണ് ജിതസംഗം എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ജീവിത രീതി മാറ്റി പുതിയൊരു ജീവിതം ആരംഭിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടാലുള്ള ഒരു പ്രയോഗം അതായിരിക്കണം. ഭാഗവതം കേട്ടിട്ട് എന്തുണ്ടായി നിങ്ങൾക്ക്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ധ്യാന സംസ്കാരമുണ്ടായി എന്ന് പറയാൻ പറ്റണം. ഞാൻ ഇതുവരെ ധ്യാനിക്കാറുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഞാൻ ധ്യാനിക്കണം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഒരുപക്ഷെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ ഒന്നും അറിയില്ലെങ്കിൽ ഒരു ചെറിയ കീർത്തനം, ഒരു സീരി നല്ലത് എന്തെങ്കിലും വെച്ച് ഭഗവത്ഗീത വയ്ക്കൂ. അത് കേട്ട് ജസ്റ്റ് ഒന്ന് നിവർന്നിരിക്കും. ദിവസവും നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വരും. ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പരിവർത്തനം കാണാം. ഒരു 15 ദിവസമേ വേണ്ടൂ, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പിന്നെ എന്താ വേണ്ടത് നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ? ഇനി എന്ത് നേടണം? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒരു ദുരന്തം കേട്ടാലും അതൊന്നും നിങ്ങളെ അലട്ടില്ല. നിങ്ങൾക്ക് അറിയാം, ദുരന്തം ഒരിക്കലും ദുരന്തമല്ല. കൂടിച്ചേരുന്നു, വേറെ പിരിയുന്നു, അത് വീണ്ടും മറ്റൊന്നിനോട് കൂടിച്ചേരുന്നു. എവിടെ നാശം, എവിടെ നഷ്ടം? ഇവിടെ ജനനവുമില്ല, ന ജായതേ ന മ്രിയതേ. പിന്നെ എന്തിന് ഞാനിരുന്ന് ദുഃഖിക്കണം? ആർക്ക് വേണ്ടി ദുഃഖിക്കണം? മനസ്സിലായില്ലേ? ഒരു മനധൈര്യം വരും. ഇതല്ലേ നമുക്ക് വേണ്ടത്. വേണോ വേണ്ടയോ? പരിശീലിക്കൂ നിങ്ങൾ. ജിതസംഗ്. 4-ാമത്തതാണ് ജിതേന്ദ്രിയ. ജിത ഇന്ദ്രിയ. ഈ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്നത് റിഫ്ലക്റ്റ് ചെയ്യുക
ചിത ഇന്ദ്രിയ. ഇന്ദ്രിയ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നമ്മുടെ വാക്കുകൾ എന്നർത്ഥം. ഒരിക്കൽ നിങ്ങൾ ഈ ധ്യാന സംസ്കാരത്തിലൂടെ, ശ്രവണ സംസ്കാരത്തിലൂടെ, സംശയ നിവാരണ ചിന്തയിലൂടെ, ധ്യാന സംസ്കാരത്തിലൂടെ കടന്നു പോകുമ്പോൾ വിഷമങ്ങളും പരാതികളും ദുഃഖങ്ങളും പറയുന്ന സംസ്കാരം നിങ്ങളിൽ നിന്നും അകന്നകന്നകന്നു പോകും. നിങ്ങളൊരിക്കലും ദീനരാവില്ല. നിങ്ങളെ ഒരിക്കലും നിങ്ങൾ ധീരരാക്കില്ല. അല്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ഒരു സ്വഭാവം നിങ്ങൾ അറിയില്ല. ആര് വന്നാലും എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങളറിയാതെ നാവിൽ നിന്നങ്ങോട്ട് അധികം പറയും കുഴപ്പമില്ല, പിന്നെ പറയും പോണു. അങ്ങനെ പിന്നെ അങ്ങോട്ട് തുടങ്ങുക, ഈ മുട്ട് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, മക്കൾ ശരിയല്ല. മോളുടെ കല്യാണം കൂടിയാണ് കഴിഞ്ഞു കിട്ടിയ സ്വാമി, എന്നിട്ട് വേണം ഭാഗവതം പഠിക്കാൻ ഈ ജന്മം. പണ്ടാരോ പറഞ്ഞ പോലെ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോവുക എന്ന് പറയുന്നത് പോലെയാണ്. മോളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൾ പ്രസവത്തിനായിട്ട് വരും. പിന്നെ ആ പ്രസവം കഴിഞ്ഞിട്ട് പോവാന്ന് പറയുമ്പോഴേക്കും മോൻ ഉണ്ടാവും പ്രസവത്തിന് അങ്ങോട്ട് വിളിക്കണം. കഴിഞ്ഞില്ലേ? ഇതൊക്കെ പ്രസവമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവരേറെക്കുറെ പ്രസംഗിക്കാറായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നമ്മളൊക്കെ മാനസികമായി ശക്തരാണെന്ന്. പുറമേക്കൊക്കെ കാണുന്നു എങ്കിലും ഉള്ളിലേക്ക് അടുക്കുമ്പോൾ, പണ്ടാരോ പറഞ്ഞതുപോലെ മാങ്ങയോട് അടുക്കുമ്പോൾ അറിയാം അണ്ടിയുടെ മൂപ്പ് എന്നോ, എന്താ പറഞ്ഞത്? മാവിനോടടുക്കുമ്പോൾ അറിയാം, അണ്ടിയോടടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുള്ളി എന്ന് പറഞ്ഞതുപോലെ, ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടുക്കും തോറും നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ശക്തരാണ്. അപ്പോൾ ദീനതയെ വിടും. അതാണ് ജിതേന്ദ്രിയ. നാവിൽ നിന്നൊരിക്കലും വിഷമങ്ങളും ദുഃഖങ്ങളും പറയാതിരിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിന്ന് പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ലേ? ഇന്ന് മുതൽ അതൊക്കെ ഞാൻ സ്വാമി പറയുന്നത് നിർത്തിവെച്ചിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്താ വിശേഷം, എല്ലാം പോകുന്നു, എന്നാലും പറയില്ല, സ്വാമി പറഞ്ഞുകൊണ്ട് പറയരുത്. അങ്ങനെ ഒരു സ്വാമി പറഞ്ഞുകൊണ്ട് പറയാതിരിക്കേണ്ട നിങ്ങൾ, മനസ്സിലായില്ലേ? എന്നാലും പറയാനിങ്ങനെ നാവിൻ്റെ തുമ്പത്ത് വരെ വന്ന് അതിനെ പിടിച്ചു വെച്ചാലൊന്നും നിങ്ങൾ പറയാതിരിക്കില്ല. ഇനി അങ്ങനെ നിങ്ങൾ അടക്കി വെച്ചാൽ നിങ്ങൾ പറയാം സ്വാമിക്കാരനൊന്നും പറയാനും പറ്റാതിരിക്കണം, എന്നെ ശപിച്ചിട്ട് എന്താ കാര്യം? മനസ്സിലായില്ലേ? ഈ അന്ധവിശ്വാസവും ഇതുപോലുള്ള സ്വഭാവം പെട്ടെന്ന് മാറില്ല. ഒരമ്മ ഭാഗവതമൊക്കെ കേട്ടിട്ട് എന്നോട് പറയാണ്, സ്വാമി നിങ്ങളുടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഹൃദയം നിറഞ്ഞു, ഞാൻ സ്വാമിക്കൊരു ഉപഹാരം തരാൻ നിശ്ചയിച്ചിരിക്കണം. ചോദിച്ചു എന്താ അമ്മേ ഉപഹാരം? ഒരു കൃഷ്ണ വിഗ്രഹം എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ടുതരണം. ഇത്രയൊക്കെ കേട്ടിട്ടേ ഞാൻ ചോദിച്ചു എന്തേ? അത് വീട്ടിൽ വെച്ചാൽ മതി, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും. അയ്യോ അത് വീട്ടിൽ വെക്കാൻ പറ്റില്ല എന്ന്. പിന്നെ എന്താ പറ്റി? എന്താ അതിന് പറ്റിയത്? കൈയൊടിഞ്ഞ വിഗ്രഹമാണെന്ന്. അപ്പോൾ ചോദിച്ചു അതെന്തിനാ എനിക്ക് തരണത് എന്ന്. അത് വീട്ടിൽ വെച്ചാൽ ദോഷം, അതുകൊണ്ട്. അപ്പോൾ എനിക്ക് തന്നാൽ ദോഷം ഉണ്ടാവില്ലേ, സ്വാമി ഒറ്റത്തടിയല്ലേ എന്ന്. ഈ തരത്തിൽ ചിന്തിക്കുന്ന ദുഷ്ടാത്മാക്കൾ ഭാഗവതം 7 ദിവസം കേട്ടിട്ടുള്ള വ്യത്യാസമാണത്. ഈ തരത്തിൽ നമ്മുടെ മനസ്സ് പെട്ടെന്നൊന്നും പഴയ സ്വഭാവത്തിൽ നിന്ന് മാറില്ല. അത് വീണ്ടും പഴയതിലേക്ക് തന്നെ പോവും. അതുകൊണ്ട് ഒരു നിരന്തരമായൊരു അഭ്യാസം. കൃഷ്ണൻ 2 കാര്യങ്ങൾ പറയും, വളരെ പ്രധാനപ്പെട്ടാണ്. 1 സത്സംഗവും, 2 ധ്യാനവും. അത് നിരന്തരം നിങ്ങൾ ചെയ്തു നോക്കൂ. അത് നിരന്തരം ചെയ്യും തോറും നിങ്ങളുടെ മനസ്സ് പഴയ സംസ്കാരത്തിൽ നിന്നും അകന്നകന്നകന്നകന്ന് വരും. നോക്കണേ, ശ്രദ്ധിക്കണേ, നമ്മുടെ മനസ്സിനെ ആര് ഉയർത്തും? ആർക്കാണ് അതിനെ ഉയർത്താൻ പറ്റുക? ആ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾക്കേ ഉയർത്താൻ സാധിക്കുകയുള്ളൂ, വേറെ ഒരാൾക്കും പറ്റില്ല. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യില്ല. ഉണ്ടോ? എനിക്ക് ഉയർത്താൻ പറ്റുള്ളൂ എങ്കിൽ ഞാനത് മാറ്റിവെക്കും തോറും ഞാൻ എന്നെ ഉയർത്തുന്നത് ഇല്ലാതെ തീരും. രണ്ടാമത്തത്, ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉയർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ലതിലേക്ക് മനസ്സ് അടുക്കും തോറും വേണ്ടാത്തത് നിങ്ങൾ അറിയാതെ നിങ്ങളിൽ നിന്നും അകന്നു പോകും. നിങ്ങൾ ഒഴിവാക്കണ്ട, ഒരു വൃത്തികെട്ട സ്വഭാവവും മാറ്റണ്ട, ഒന്നും മാറ്റണ്ട. അതുകൊണ്ടാണ് കള്ളുകുടി നിർത്തണം ഞാൻ പറയാറില്ല, മത്സ്യമാംസം കഴിക്കണം നിർത്തണം പറയാറില്ല ഞാൻ. പലരും എന്നോട് പറയും സ്വാമി ഒന്ന് പറയൂ, മാംസം കഴിക്കരുതൊന്നും പറയണ്ട. നിങ്ങൾ ധ്യാനിക്കും തോറും ഈ സ്വഭാവങ്ങളൊക്കെ നിങ്ങളറിയാതെ
നിങ്ങളിൽ നിന്നും അകന്നു പോകും. ഒരു രത്നാകരൻ അദ്ദേഹം തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിലെ ക്രൂരതകളൊക്കെ അദ്ദേഹം അറിയാതെ നീങ്ങി. അതുകൊണ്ടല്ലേ അദ്ദേഹം ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്ന സമയത്ത് ഒരു വേടനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, മാനിഷാദ പ്രതിഷ്ഠാത്തം അഗമശാശ്വതീ സമാം യത്ക്രൗഞ്ച മിഥുനാദേവം അവധീ കാമമോഹിത. മാനിഷാദ, അരുത് കാട്ടാള. അപ്പൊ ആ അരുത് കാട്ടാള എന്ന് പറയാനുള്ള ഒരു മാനസിക പരിവർത്തനം അദ്ദേഹത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സ് കൂടുതൽ 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 ധ്യാനത്തിലൂടെ ആരിലേക്ക് എത്തുമ്പോഴാണ്? പരമാത്മ. അതുകൊണ്ട് ഈ ലോകം നേരെയാക്കാൻ എന്താ വഴി? നോക്കൂ, നിങ്ങൾ ഇതൊക്കെ ഓപ്പണായിട്ടിരുന്ന് ചിന്തിക്കൂ. കുറേ റേപ്പ് ചെയ്യുന്നവരെയൊക്കെ കാസ്ട്രേറ്റ് ചെയ്തത് കൊണ്ടോ ഷണ്ടന്മാരാക്കിയത് കൊണ്ടോ കുറെ തൂക്കിക്കൊന്നത് കൊണ്ടോ ലോകം നേരെയാക്കാൻ പറ്റുന്നുണ്ടോ? നീ ഉണ്ടോ? ഇല്ലയോ? ഉണ്ടോ? പ്രായോഗികത ചിന്തിക്കുന്നില്ല രാഷ്ട്രീയക്കാർ. ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയം പ്രായോഗികത ചിന്തിക്കുന്നില്ല. നല്ലൊരു രാജ്യമല്ല രാഷ്ട്രീയക്കാരുടെ ഒന്നും ലക്ഷ്യം. പലപ്പോഴും ഈ ഗീതയും ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഈവൻ ജയിലിലൊക്കെ കിടക്കുന്ന ആളുകളെ കണ്ടല്ലോ, അവർക്ക് എത്ര മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എനിക്കൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പല നേതാക്കന്മാരോടും പറയും, പക്ഷെ അവരൊക്കെ പറയും, എന്താ പറയുക, ഇതൊന്നും പ്രായോഗികമല്ല സ്വാമി. കാരണം അവർക്ക് പേടിയാണ്, ചെയ്തു കഴിഞ്ഞാൽ വല്ലതും ആവുമെന്ന് പറയുമ്പോൾ. ഈ മന്ത്രിമാരുടെയും തന്ത്രിമാരുടെയൊക്കെ ഭാര്യമാരൊക്കെ വരും നമ്മുടെ കൂടെയൊക്കെ, പക്ഷെ അവരോട് പറഞ്ഞാലും പറയും അവരൊക്കെ. പോട്ടെ, ഇത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ക്രൂരതകളെ ശിക്ഷിച്ചതുകൊണ്ട് ലോകം നേരെയാവില്ല. ഒരുപക്ഷെ ഈ ഭാരതത്തിലുള്ള ജനതകളെ മുഴുവൻ അല്പനേരം ധ്യാനം പരിശീലിപ്പിക്കാനുള്ളൊരു സംസ്കാരം നമ്മുടെ ഗവൺമെൻറ് ചെയ്താൽ അവരുടെ ക്രൂരതകൾ അവരറിയാതെ അവരിൽ നിന്നും അകന്നുപോയി. അങ്ങനെ ഒരു സമൂഹത്തെ പ്രായോഗികമായി സൃഷ്ടിക്കണമോ, അതോ ശിക്ഷ കൊടുത്ത് പേടിപ്പിച്ചുകൊണ്ട് അവൻ്റെ വികാരങ്ങളെ അടക്കി വെച്ച് അങ്ങനെ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കണമോ? ഏതായിരിക്കും നന്നാവുക? പറയൂ. ധ്യാനം പരിശീലിപ്പിക്കലല്ലേ? എല്ലാ അധ്യാപകന്മാരും സ്കൂളുകളിലൊക്കെ ഒരു 5 minutes ഇത് ചെയ്തു കഴിഞ്ഞാലല്ലോ ആ കുട്ടികളൊന്നും ഒരിക്കലും ക്രൂര സ്വഭാവം ഉള്ളവരാവില്ല. കാരണം ഈ ക്രൂരത എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം കിട്ടും. ചിന്തിക്കുന്നത് മനസ്സാണ്. ക്രൂരത എന്ന് പറയുന്നത് വേറൊരാളുടെ ശരീരത്തിൽ ആണ് സുഖമെന്ന് കരുതി ആ ശരീരത്തെ കീഴ്പ്പെടുത്തി തൻ്റെ മനസ്സിൻ്റെ ഇംഗിതം അതിൽ സാധിക്കുമെന്നാണ് അവരെ സംബന്ധിച്ച സുഖം. അപ്പം മറ്റൊരു ശരീരത്തെ അവർ കാണുന്നുള്ളൂ, മറ്റൊരു മനസ്സിനെ അവർ കാണുന്നില്ല. ഒരു മനസ്സിനെ വേദനിപ്പിച്ച് തൻ്റെ മനസ്സിന് എന്ത് സുഖമാണ് കിട്ടാൻ പോകുന്നത്? മനസ്സിലാവുണ്ടോ നിനക്ക്? അപ്പം അവരെ സംബന്ധിച്ച് അത്ര മാംസബുദ്ധിയാണ് അവരുടെ ഉള്ളിൽ. ഈ മനസ്സ് മാംസത്തിൽ നിന്ന് സുഖം കിട്ടുമെന്ന് കരുതുമ്പോൾ ഭഗവാൻ പറയും, നോക്കൂ നിങ്ങൾ ഗീതയിൽ 22ഉം 24ഉം ശ്ലോകം എടുത്ത് നോക്കൂ. ഇതൊക്കെ 5000 വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തിരിക്കുന്നു കൃഷ്ണൻ. 5ാം അധ്യായം എടുത്തു നോക്കൂ നിങ്ങൾ. അതാണ് നമുക്ക് ഈ ഭാഗവതമൊന്നും പറഞ്ഞാൽ തീരില്ല, അത്രയും ദിവസങ്ങൾ വേണമെന്ന് പറയാം. അന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ ചർച്ച ചെയ്തിരിക്കുന്നു ഈ വിഷയം. അവിടെ പറയും, യേഹി സംസ്പർശജാ ഭോഗാ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്ത കൗന്തേയ നതേഷൂരമതീഭുത. ഈ സുഖങ്ങളെ കൃഷ്ണൻ വിളിച്ചത് സംസ്പർശജാ ഭോഗ, മറ്റൊന്നുമായി സ്പർശിച്ച് കിട്ടുന്ന ഭോഗം, മറ്റൊന്നുമായി സ്പർശിച്ച് കിട്ടുന്ന ഒരു ഭോഗസുഖം. ദുഃഖയോനയേവത്തെ, എന്താണ്? ദുഃഖം തന്നെയാണ്. ദുഃഖത്തിൻ്റെ ഉറവിടം അവിടെ തുടങ്ങി. മറ്റൊരാളെ വേദനിപ്പിച്ച് സുഖത്തിലേക്കല്ല പോകുന്നത്, പറയൂ, ദുഃഖത്തിലേക്കാണ് പോകുന്നത്. നോക്കൂ നിങ്ങൾ,
ഈ ക്രിമിനലുകളൊക്കെ അവസാനം എത്തിച്ചേരുന്നത് എവിടെയാണ്? ദുഃഖത്തിൻ്റെ നടുവിലാണ്. ആണോ അല്ലയോ? ഈ ഒരു ചിന്തനം ദുഃഖയോനയേ വധയെ ആദ്യന്തവന്ത കൗന്തേയാനത്തേഷൂരമതീപ്ത, കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടതുണ്ട്. സുഖം എന്നത് ഇതൊക്കെ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ട വസ്തുതയാണ്. സുഖം എന്നത് മനസ്സിലാണല്ലോ സുഖം വരേണ്ടത്. ആ ധ്യാന സംസ്കാരം അവരിലേക്ക് വരുത്താൻ സാധിച്ചാൽ ഒരുപക്ഷെ അവരിലെ സുഖചിന്ത വേറൊരാളിലല്ല, ധ്യാനത്തിൽ തന്നിൽ തന്നെയാണെന്ന് ഒരു തിരിച്ചറിവ് വന്നാൽ ക്രൂരതകൾ കുറെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഉണ്ടോ ഇല്ലയോ? ഇതാരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? 24-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ അതാണ് പറയുന്നത്. യോന്തസുകൊന്തരാരാമ തദാന്തർജ്യോതിരേവയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മബോധോതി ഗച്ഛതി. സുഗോന്ധരാരാമ അന്തർജ്യോതിരേവ. നിരന്തരമായൊരു ധ്യാന പരിശീലനത്തോടെ മനസ്സ് ലയിപ്പിക്കാൻ സാധിക്കും തോറും അന്തരാരാമ, അന്തരാത്മാവിൽ സുഖം അനുഭവിച്ച് അവസാനം ബ്രഹ്മനിർവാണം, അവർ ആദരണീയരും ബഹുമാനിതരും ഉജ്ജ്വലരുമായി തീരുന്നു. ഒരു ക്രിമിനലായി ജയിലിൽ കിടക്കേണ്ടി വരില്ല. ഒരു മാംസത്തിൽ സുഖം തേടുന്നവൻ ദുഃഖയോനയേവത്തെ. ശരിയല്ലേ ഇത്? ഈ പറയുന്ന ഇന്ന് നിങ്ങൾ നോക്കൂ, നിങ്ങൾ മാംസത്തിൽ സുഖം അന്വേഷിച്ചവൻ അവസാനം ദുഃഖലോകത്തിലേക്കാണ് പോയിരിക്കുന്നത്. ആദരവിൻ്റെ ലോകമാണോ? നേരെ മറിച്ച് നിങ്ങൾ ധ്യാനത്തിൻ്റെ സംസ്കാരത്തിലേക്ക് ഉയർന്നാൽ സുഖവും കൂടും, ആദരവും കൂടും, ബഹുമാനവും കൂടും. ശരിയല്ലേ ഇത്? ഈ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് പകരം പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയരുത്. ഇതൊക്കെയാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മളൊരു പുതിയ കാഴ്ചപ്പാട്, മറ്റുള്ളവർ ചിന്തിക്കാത്തൊരു കാഴ്ചപ്പാട് നമുക്ക് വേണ്ടതാണോ? വേണോ വേണ്ടയോ? ഇതാണ് നമുക്ക് ഭാരതീയ സംസ്കാരം തന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ധ്യാനത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ധ്യാന സംസ്കാരം എന്ന് നഷ്ടപ്പെട്ടു, അതോടുകൂടി മനോബലം നഷ്ടപ്പെട്ടു, അതോടുകൂടി തെറ്റായ ധാരണകൾ വന്നു. സുഖം പുറത്താണെന്നുള്ള ധാരണ വന്നു. അതോടുകൂടി ക്രൂരതകൾ മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടി. സുഖം കിട്ടണമെങ്കിൽ ക്രൂരത വേണം, മറ്റവനെ കൊല്ലണം, മറ്റവനെ നശിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, ഈ ധാരണകളൊക്കെ സമൂഹത്തിൽ അച്ഛനമ്മമാരാണ് ഇതിന് ഉത്തരവാദികളാവേണ്ടത്. കാരണം കുട്ടികളെ ധ്യാനം അച്ഛനമ്മമാർ പഠിപ്പിക്കണം. കുറേ ഒരു വീട്ടിൽ എനിക്കറിയാം, ബോറിവല്ലി എന്ന് പറയുന്ന സ്ഥലം ബോംബെയിൽ, അവിടെ അച്ഛനും ഉദ്യോഗസ്ഥൻ ബാങ്കിൽ, അമ്മയും ഉദ്യോഗസ്ഥ, രണ്ടുപേരും ഹൈലി ക്വാളിഫൈഡ്. ഒരു മകനേ ഉള്ളൂ, അവൻ നല്ല സ്കൂളിൽ 12th പഠിക്കണം. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല നല്ല മൊബൈലുകളൊക്കെ ഇറങ്ങിയതുകൊണ്ട് അച്ഛനത് വാങ്ങിച്ചു കൊടുക്കുന്നില്ല അവന്. ഈ ഗാലക്സി ടൈപ്പ് മൊബൈലുകളൊക്കെ ഉണ്ടല്ലോ, ഇവൻ ഈ മൊബൈൽ വേണം. അച്ഛൻ പറയും നീ പഠിക്കൂ, എന്താ പറയുക, +2 കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തരാം. ഇവൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടാ നിനക്ക് അവനാ ഒരു കോംപ്ലക്സ്, അച്ഛൻ വാങ്ങിച്ചു കൊടുക്കാത്തതിൽ ഇവൻ്റെ വീട്ടുകാർ എന്താ പറയുക, കൊള്ളരുതാത്തവരാണെന്നൊരു തോന്നൽ, അവനെ എന്താ പറയുക, ഒരു നന്നായി കാണുന്നില്ല എന്നുള്ളൊരു തോന്നൽ, അവഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ. ഇവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് ഗോൾഡ് കിട്ടിയാൽ വാങ്ങിക്കുകയാണ്. ഈ പയ്യൻ എന്ത് ചെയ്തു അറിയോ? വീട്ടിൽ അവൻ്റെ അമ്മയുടെ അമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, 19 വയസ്സുള്ള അമ്മ, അവരുടെ കാതിൽ കിടന്ന കമ്മൽ അത് ഊരിയെടുക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല. ഇവനെന്ത് വെച്ചാൽ അടുക്കളയിൽ പോയി ഈ പാലിൻ്റെ പാക്കറ്റ് വെട്ടാൻ ഉപയോഗിക്കുന്ന സിസർ എടുത്തുകൊണ്ടൊന്ന് ഈ കാത് വെട്ടി. പാവം വേദന കൊണ്ട് ആ സ്ത്രീ ചാടി എണീറ്റപ്പോൾ ഈ സിസേഴ്സ് കഴുത്തിലേക്ക് ഇറങ്ങിപ്പോയി. അവരവിടെ കിടന്ന് മരിച്ചു. ഇന്ന് ഈ കുട്ടി ജുവനൈൽ കോടതിയിൽ കൊലപാതകത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുക. ഈ ക്രൂരത എന്തുകൊണ്ട് ആ കുട്ടിക്ക് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ആ കുട്ടിയിൽ അല്പം ഒരു ധ്യാന സംസ്കാരം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ആ സിസർ എടുക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ നിന്ന് വിളിച്ചു പറയുമായിരുന്നു, മാനിഷാദ്, അരുത് കാട്ടാള, ഈ പണി ചെയ്യരുത്, ഇത് ചെയ്താൽ നാളെ ദുഃഖയോനയേവത്തെ, നിന്റെ വഴി
ദുഃഖത്തിലേക്കാണ്, നീ നരകത്തിലേക്ക് പോവുകയാണ്. മനസ്സിലാവുണ്ടോ? പക്ഷെ ആ ഉള്ളിൽ നിന്നത് പറയണമെങ്കിൽ അല്പമൊരു എന്ത് വേണ്ടിയിരുന്നു? ധ്യാന സംസ്കാരം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരു വാത്മീകി തന്നെ തെളിവാണ്. ധ്യാനത്തിലൂടെ കടന്നതോടുകൂടി അദ്ദേഹത്തിന് വിളിച്ചു പറയാൻ സാധിച്ചു, മാ നിഷാദ്, അരുത് കാട്ടാള. ഇതാണ് നമുക്കിന്ന് ഭാഗവത സപ്താഹങ്ങളിലൂടെ നേടിയെടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഒരു രാജ്യം മുഴുവൻ ധ്യാനത്തിലൂടെ ഉണരുന്ന രാജ്യമായി മാറണം. പണ്ട് ഭാരതത്തിലുള്ളവർ രാവിലെ എണീറ്റ് വെള്ളത്തിലിറങ്ങി സൂര്യനെ നോക്കിക്കൊണ്ട് പറയുമായിരുന്നു, ഭൂർഭുവസ്വത്തൽ സവിതോർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ധീമഹി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ധ്യാനിക്കുന്നു, കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കുന്നൊരു സംസ്കാരമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എത്ര പേര് ധ്യാനിക്കുന്നവരുണ്ട്? എത്ര പേര് ധ്യാനിക്കാറുണ്ട്? നമുക്ക് വളരെ കുറവ്. ഈ പാലക്കാടെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം നിങ്ങൾക്ക് മോഹമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? വേണ്ട, ഇങ്ങനെയൊക്കെ മതിയോ പാലക്കാട്? ഇതിനെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമുക്കൊരു വലിയ പരിവർത്തനം വരുത്തണം. മനസ്സിലായില്ലേ? ഒരു ധ്യാന സംസ്കാരം നമുക്ക് കൊണ്ടുവരണം. ധ്യാന സംസ്കാരം വരുംതോറും അവരിൽ ഭോഗ സംസ്കാരം കുറയും. ഭോഗ സംസ്കാരം കുറയും തോറും ക്രൂര സംസ്കാരം കുറയും. ഭോഗ സംസ്കാരം വരുന്നിടത്താണ് ഒരു രാവണൻ സീതയുടെ ദേഹത്തേക്ക് നോക്കുമ്പോൾ ആ ശരീരത്തിനെന്തോ തനിക്ക് തൃപ്തി തരാൻ സാധിക്കുമെന്ന ഭോഗ സംസ്കാരം വന്നപ്പോഴാണ് രാമനെ അകറ്റി ക്രൂരമായി സീതയെ അകറ്റി പിടിച്ചു കൊണ്ടുപോകുന്ന ക്രൂര സംസ്കാരം ആരിൽ വന്നത്? ഇതൊക്കെ നമുക്ക് പ്രതീകാത്മകങ്ങളാണ്. രാവണൻ എന്നതിന് 10 തലയുള്ളവൻ എന്നല്ല അർത്ഥം. ഭോഗ സംസ്കാരത്തിന് വേണ്ടി, ഭോഗതൃഷ്ണയ്ക്ക് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി ക്രൂര സംസ്കാരം കാണിച്ച് മറ്റൊരു മനസ്സിനെ വേദനിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന മനസ്സുകളെയാണ് പറയൂ രാവണൻ. ഇത് അന്നുമുണ്ട്, ഇന്നുമുണ്ട് ഈ രാവണൻ. നിങ്ങൾ ഈ കഥകൾ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് 10 തലയുള്ള രാവണനൊക്കെ തോന്നുന്നത്. അല്ലെങ്കിൽ എന്ത് മോശത്തരാണ് 10 തലയുള്ള ഒരാളെ പറയുക എന്ന് പറഞ്ഞാൽ. 10 തലയുള്ള ഒരാൾ അമ്മ പ്രസവിക്കൂ? 10 തല, ഒരു തല തന്നെ കഷ്ടം എങ്ങനെയോ പുറത്തു വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 തലയിട്ട് എങ്ങനെയാണ് പുറത്തേക്ക് വരിക എന്നുള്ളത്. ഇനി ആ 10 തലയൊന്ന് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കും, രാവണൻ പല്ല് തേക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പേസ്റ്റ് വേണം അയാൾക്ക്? ഓപ്പറേഷൻ ചെയ്ത് കളയില്ലേ 10 എണ്ണം? അതുമല്ല, ഒരുവിധം രാവണനൊന്നും ഇന്നത്തെ കാലത്ത് ബസ്സിൽ കയറാൻ പറ്റില്ല, ട്രെയിനിൽ കയറാൻ പറ്റില്ല. കാരണം ട്രെയിനിൻ്റെ ഒക്കെ വാതിൽ 2 തല മാത്രമേ കയറുള്ളൂ. അതിന് 10 തലയുള്ള രാവണൻ ചരിഞ്ഞ് കയറേണ്ടി വരും. ഒരു സീറ്റ് ഫുള്ള് രാവണന് കൊടുക്കേണ്ടി വരും ട്രെയിനിൽ. ഇല്ലേ? എന്ന് ആലോചിച്ച് നോക്കും. ഏറ്റവും വലിയ വിഷമം രാവണന് ജലദോഷം വന്നാലായിരിക്കും. ഒരു തലയ്ക്ക് തന്നെ ജലദോഷം വന്നാൽ എത്ര ബുദ്ധിമുട്ട്. 10 തലയിൽ കൂടെ ഇങ്ങനെ തുമ്മലും ചീറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ ഒരു കഥാപാത്രമായി നമ്മൾ വികൃതമായി ചിത്രീകരിക്കാൻ ഉള്ളൊരു കഥാപാത്രമല്ല രാവണൻ. രാവണൻ എന്നൊക്കെ പ്രതീകമാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ലിവിങ് എക്സാമ്പിൾസാണ്. ഭോഗത്തിൻ്റെയും ക്രൂരതയുടെയും വേദനകളുടെയും സംസ്കാരത്തെയാണ് പറയൂ രാവണൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ രാവണ സംസ്കാരം. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് വേണം? ധ്യാന സംസ്കാരം വേണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ ധ്യാന സംസ്കാരമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിനെ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ജിതേന്ദ്രിയ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. അപ്പം 4 കാര്യങ്ങൾ: ജിത ആസന, ജിതശ്വാസ, ജിതസംക, ജിതേന്ദ്രിയ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ആദ്യം പറയുന്നത് ധ്യായതോ എന്നാണ്, ധ്യാനിക്കാനാണ് പറയുന്നത്. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഉടനെ ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, ബ്രഹ്മർഷേ, അങ്ങ് ധ്യാനിക്കാൻ പറഞ്ഞു, ആരെയാണ് ധ്യാനിക്കേണ്ടത്? ആ ഒരു ചോദ്യം പരീക്ഷത്തിൻ്റെ മനസ്സിൽ. അപ്പം സ്ഥൂലേ ഭഗവതോ രൂപം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു, ഇത്രയൊക്കെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി വേണ്ടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്ത് വേറൊരാളെ വേദനിപ്പിച്ചു ഞാൻ. ഈ പ്രവൃത്തികളൊക്കെ ഒരു വ്യക്തി ചെയ്ത് അങ്ങനെയൊരു ദുരിതപൂർണമായൊരു ജീവിതം ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ എന്തിനാണ് കാലം ഒരാളെ നിയോഗിക്കുന്നത്? എന്തിനിങ്ങനൊരു പലരുടെയും ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും, നിങ്ങൾ എന്നെ ചോദിക്കാറില്ലേ, എന്തിനാ കാലം എന്നെ
ഇങ്ങനെ ആക്കി തീർത്തത്? ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത്? തോന്നാറില്ലേ? പലർക്കും തോന്നാറില്ലേ? എന്തിനാണ്? ചിലരെന്നെ ചോദിക്കാറില്ലേ, എന്തിനാ എന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത്, എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അപ്പം ഈ ഒരു ചോദ്യം പരീക്ഷത്തിൻ്റെ മനസ്സിൽ, എന്തിനിതൊക്കെ മനുഷ്യൻ അനുഭവിക്കണം? അപ്പം അവിടെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് ചതുശ്ലോകി ഭാഗവതം എന്നുള്ളത്. ഭാഗവതത്തിൻ്റെ മൂലഭാഗവതമാണ് ചതുശ്ലോകി ഭാഗവതം. മൂലഭാഗവതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഭാഗവതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചതുശ്ലോകി ഭാഗവതമാണ്. ഭാഗവതത്തിൽ 2-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 32, 33, 34, 35 ശ്ലോകങ്ങളെയാണ് ചതുശ്ലോകി ഭാഗവതം. ഇതിൻ്റെ കഥ പറയുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ ബ്രഹ്മാവ് താമരപ്പൂവിലിരിക്കുന്നു. അദ്ദേഹത്തിനോട് നാരദർ ചോദിക്കുന്നു, ഇങ്ങനെ താമരപ്പൂവിലിരിക്കുമ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ ഞാനാ ഈ ലോകം സൃഷ്ടിക്കുന്നത് എന്നൊക്കെ ഒരു ഗമ പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അങ്ങിരിക്കുന്ന താമരപ്പൂ ആര് സൃഷ്ടിച്ചു? അപ്പോൾ ബ്രഹ്മാവ് അതിൻ്റെ പിന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങിച്ചെന്നപ്പോഴാണ് അത്രേ ഈ താമര വളയത്തിന് 4 സുഷിരങ്ങൾ വീണത് എന്നാണ്. അന്ന് മുതൽ ബ്രഹ്മാവ് പറഞ്ഞു, ഇനി മുതൽ ഈ താമര വളയം പാലക്കാട്ടുകാർക്ക് കൊണ്ടാട്ടമുണ്ടാക്കാൻ ഉള്ളതായി തീരട്ടെ. അന്ന് മുതൽ പാലക്കാട്ടുകാർ താമരവള എടുത്തിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ഇങ്ങനെ അതൊന്നും എഴുതി വയ്ക്കരുതേ, ഒന്നും ഭാഗവത്തിലുള്ളതല്ല. അപ്പം ഇങ്ങനെ ബ്രഹ്മാവ് അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങിച്ചെന്നു എന്നും തപത്തപ എന്നൊക്കെ അദ്ദേഹത്തിന് കേട്ടു എന്നും അവിടെയാണ് 1000 ഫണങ്ങളുള്ള അനന്തൻ്റെ മുകളിൽ ആദിനാരായണ രൂപം, ആ രൂപത്തെ അദ്ദേഹം സ്തുതിക്കുന്നതും ആ അനന്തൻ അനന്തരൂപ പത്മനാഭൻ ഇതൊക്കെ കഥകൾ അവതരിപ്പിക്കുന്ന കഥയിലൊക്കെ വലിയ തത്വങ്ങളുണ്ട്. ഏതായാലും ഇതെങ്കിലും മനസ്സിലാക്കും. ചതുശ്ലോകി ഭാഗവതം അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ചതുശ്ലോകി ഭാഗവതം. പറഞ്ഞു കൊടുക്കണു, അഹമേവാസമേവാഗ്രേ നാന്യത് സദസത്പരം പശ്ചാദഹം യദേതശ്ച യോവശിഷ്യേതസോസ്മ്യഹം ഹൃദേർത്തം യത് പ്രദീയേതാം ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യദാ ഭാസോ യദാത്തമാം യദാ മഹന്തി ഭൂതാനി ഭൂതേഷു ചാവജേശ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തദാ തേഷു ന തേഷഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവദാ. ഈ 4 ശ്ലോകങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കണേ. ഭാഗവതത്തിൽ 2-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 32, 33, 34, 35 ശ്ലോകങ്ങളാണ്. ഇത് ദിവസവും ഒന്ന് ചൊല്ലൂ നിങ്ങൾ. ഭാഗവതം മുഴുവൻ സ്മരിക്കുന്നതിന് തുല്യമാണ് ഈ 4 ശ്ലോകങ്ങൾ. വാസ്തവത്തിൽ ഇതാണ് ഭാഗവതം. ഈ ഭാഗവതത്തെ പിൽക്കാലത്ത് ഈ ചതുശ്ലോകി ഭാഗവതത്തെ പിൽക്കാലത്ത് തും വിപുലീകുരു എന്ന് നാരദര് വ്യാസഭഗവാനോട് പറഞ്ഞതിന് ശേഷമാണ് ഈ ഭാഗവതം, ചതുശ്ലോകി ഭാഗവതം ഇന്ന് നമ്മൾ കാണുന്ന 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതമായി തീർന്നത്. വാസ്തവത്തിൽ അതിൻ്റെ റൂട്ട്, അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് കേവലം എത്ര ശ്ലോകം? 4 ശ്ലോകം. എന്താ ഇവിടെ പറയുന്നത് അഹമേവാസമേവ അഗ്രേ. ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ. അഹം ഏവ അഗ്രേ ആസീത്. അഹം ഏവ, ഞാൻ മാത്രമേ മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്നത് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഈ പറയുന്നതുണ്ടല്ലോ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു വീഴ്ച പറ്റി. ഏത് കാര്യത്തെയും നോക്കേണ്ടുന്ന ഒരു കാഴ്ചപ്പാട്, എവിടെയോ വിദ്യാഭ്യാസത്തിന് തകരാറ് പറ്റി. അതായത് വിദ്യാഭ്യാസത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അധ്യാപകന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നൊരു കാര്യം. അത് അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് അല്ലേ, ഈ പുസ്തകം എഴുതിയത് റിപ്പീറ്റ് ചെയ്യാനാണല്ലോ അധ്യാപകരിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവരുടെ ആവശ്യമില്ലല്ലോ. എഴുതി വെച്ചതിൻ്റെ സിലബസ് അത് തന്നെ ആവർത്തിക്കലായിപ്പോയി നമ്മുടെ വിദ്യാഭ്യാസം. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഒരു കുട്ടിക്കൊരു കാര്യം അധ്യാപകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി എന്നത് പ്രപഞ്ചത്തിൽ ജനിച്ചു വന്ന ഒരാളാണ്, ആണോ? നമ്മളൊക്കെ പ്രപഞ്ചത്തിലൊരു ഭാഗമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളൊരു ഭാഗമായിരിക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന 2 ചിത്രങ്ങളുണ്ട്. എന്താണ് ആ ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങൾ ഏതിൻ്റെ ഭാഗമാണ്? അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ തന്നെയുള്ള ഒരു പൂർണ്ണമായ ശക്തി തത്വം. രണ്ട്, അതിൽ നിന്നും വരുന്നില്ലേ? നിങ്ങൾ മനസ്സിലായില്ല? ഒരു കുട്ടി, ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി, ആ കുട്ടി ഭൂമിയിൽ ജീവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഭൂമിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗമാണ് ആ കുട്ടിയെന്ന്. പക്ഷേ അവിടെ കുറേയും കൂടി സൂക്ഷ്മമായൊരു അവശകലനം ചെയ്യുമ്പോൾ അധ്യാപകൻ ഇടപഴകുന്നത് ശവത്തിനോടല്ലല്ലോ, ശരീരത്തോടല്ലല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിനോടാണെങ്കിൽ ഒരു പടിയും കൂടെ കടന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ചോദ്യം വേണ്ടേ? എന്താണത്? ഈ ശരീരം എന്നത് പ്രകൃതിയുടെ ഭാഗം എന്നതുപോലെ മനസ്സ്, പറയൂ, ഏതിൻ്റെ ഒരു ഭാഗം? ഒരു പരമാത്മാവിൻ്റെ ഭാഗമെന്ന ഒരു ചിന്തനം. മനസ്സിലാവുണ്ടോ? അഹം ഏവ അഗ്രേ, പൂർണ്ണമായ ഞാനാണ് മുമ്പ്. അതിൽ നിന്നാണ് സത് അസത്ത്, സത്തായിരിക്കുന്ന മനസ്സും ശരീരവും ഒക്കെ പ്രകടമാവുന്നത്. ഇതിനെ പറയും കാര്യകാരണബന്ധം എന്ന് പറയും, കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയും. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അതില്ല. ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മെൻ്റൽ ടോർച്ചറിങ് ആണ്. പഠിപ്പിക്കുക, പഠിച്ചേ അടങ്ങുള്ളൂ. നിനക്കിഷ്ടമില്ലെങ്കിലും പഠിച്ചോളണമെന്നാണ്. കുട്ടികളെ ഭീഷണിപ്പെടുത്തി പഠിപ്പിക്കലാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ടെൻഷൻ, കുട്ടിക്കാലത്ത് ഫിയർ കൂടുതൽ, ഓരോരോ രോഗങ്ങളൊക്കെ ഈ അധ്യാപകന്മാരാണ് സകല രോഗങ്ങളും കുട്ടികളിൽ അടിച്ചേൽപ്പിച്ചത്. 99% രോഗങ്ങളും കുട്ടികൾക്കുണ്ടാവുന്നതിന് കാരണം മെൻ്റൽ ഡിസ്റ്റർബൻസ് ആണ്. എന്നാൽ അധ്യാപകന്മാരെ കുറ്റം പറയാൻ പറ്റുമോ? പാവം, അവർക്ക് സിലബസ് തീർക്കണം. 99.9% റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അധ്യാപകനെ പിടിച്ച് പുറത്താക്കും. ഈ ബസ്സുകാരുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. അവനാകെ 3 മിനിറ്റേ ഓടിക്കാനുള്ള സമയമുള്ളൂ, അതിൻ്റെ ഉള്ളിൽ 20 സ്റ്റേഷനും കറവന്. അവൻ പിന്നെ മരണപ്പാച്ചിലല്ല, ഇതിനെ എയർ ബസ്സാക്കാല്ലാതെ റോഡ് ബസ്സാക്കാൻ പറ്റുമോ അവന്? ഒരു ഡ്രൈവർ എന്നോട് പറഞ്ഞാണ്, ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങളിങ്ങനെ ജീവൻ ബലിയർപ്പിച്ചിട്ട് ഓടിക്കുന്നത്? എൻ്റെ സ്വാമി, ഇങ്ങനെ ബസ് ഓടിച്ചിട്ടില്ലെങ്കിൽ വേറെ ബസ്സുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കലക്ഷൻ കിട്ടില്ല. കലക്ഷൻ കുറഞ്ഞാൽ മുതലാളി നാളെ പറഞ്ഞേക്കുന്നു, ബസ് സമരമാണല്ലോ. മുതലാളി പറഞ്ഞയച്ചാൽ പിന്നെ എൻ്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ സ്വാമി എനിക്ക് പൈസ തരുമോ? അപ്പോൾ അവൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ അവൻ മരണം പോലും നോക്കാതെ വണ്ടിയെടുത്ത് ഓടിക്കേണ്ടതുണ്ട്. ഇതേപോലെ അധ്യാപകന്മാർ പാവം, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനൊക്കെ എന്താ ഒരു പരിഹാരം? ഇവിടെയാണ് ആത്മീയത. നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ മനസ്സ് കൊണ്ടാണല്ലോ ഒക്കെ കേൾക്കുന്നതും പഠിക്കുന്നതും. ഈ മനസ്സിനെ ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത്, മനുഷ്യൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുമെങ്കിൽ നമുക്കതിനെ സ്വസ്ഥമാക്കാനുള്ളൊരു കഴിവുണ്ട്. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന മനസ്സിനെ നമ്മൾ അതിനെ സ്വസ്ഥമാക്കാനുള്ളൊരു കഴിവ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 3ാം അധ്യായത്തിൽ 43 തോന്നുന്നു, 32 തോന്നുന്നു. അവിടെ ദേവകീ ദേവി കൃഷ്ണനെ നോക്കിക്കൊണ്ട് പറയും, ഈ ലോകം മുഴുവൻ, കൃഷ്ണ, ഇവിടെ ആളുകൾ മുഴുവൻ അസ്വസ്ഥരായി ഓടുകയാണ്. മനസ്സിലായില്ലേ? എല്ലാവരും അസ്വസ്ഥരായി ഓടുന്നു. എങ്ങോട്ടാ ഓടുന്നത്? എല്ലാം പലയിടത്ത് പോയാൽ മനസ്സിനൊരു സമാധാനം, സുഖം കിട്ടുമെന്ന് കരുതിയിട്ട്. പക്ഷെ എവിടെയൊക്കെ പോയാലും നിർഭയം നാപികച്ചേ ത്വൽപാദാബ്ജം പ്രാപ്യദശ്ചയാദ്യ സ്വസ്ഥശ്ചേതേ മൃത്യുരസ്മാദവൈതി. ആളുകൾ പലയിടത്തും ഓടുന്നു, പക്ഷേ സ്വസ്ഥനാവണമെങ്കിൽ ത്വൽപാദാബ്ജം എങ്ങോട്ട് വരണം? ത്വൽപാദാബ്ജം എന്ന് പറഞ്ഞാൽ എവിടേക്ക് വരണം? ഭഗവാന്റെ പാദത്തിൽ, തൻ്റെ അന്തരാത്മാവിലേക്ക് വരണം. അപ്പം അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാട്, ആരും ഇവിടെ ഒറ്റയ്ക്കല്ല, ഒറ്റപ്പെട്ടവരല്ല, എല്ലാവരും ഇവിടെ ഒരു പൂർണ്ണതയുടെ ഭാഗമാണ്, പൂർണ്ണതയുടെ അംശമാണ്. ശരീരം പ്രപഞ്ചത്തിൻ്റെ അംശമാണ്, മനസ്സ് പൂർണ്ണബോധത്തിൻ്റെ അംശമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിൻ്റെ കൂടെ അനന്തമായ ആരുമുണ്ട്? പരമാത്മാവുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഋഷീശ്വരന്മാർ
പറഞ്ഞു തരുന്ന അറിവുണ്ടല്ലോ, ഇതല്ലേ ആദ്യം പഠിപ്പിക്കേണ്ടത്? ആണോ അല്ലയോ? ടെൻഷൻ കൊടുക്കാൻ സാധിക്കുന്ന പോലെ തന്നെ എങ്ങനെ ടെൻഷനിൽ നിന്നും, പറയൂ, എങ്ങനെ ടെൻഷൻ കൊടുക്കാൻ സാധിക്കുന്ന പോലെ തന്നെ ടെൻഷനിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണം എന്നുള്ളൊരു അറിവും കൂടെ ഏതെങ്കിലും അധ്യാപകൻ പറഞ്ഞു കൊടുക്കണ്ടോ? പറയൂ. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് നല്ലൊരു ശതമാനം കുട്ടികൾ സൈക്കോളജിക്കലി നല്ല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇന്ന് സ്കൂളുകളിലൊക്കെ സൈക്കോ തെറാപ്പികളൊക്കെ വന്നു തുടങ്ങി, കൗൺസിലിംഗ് ഒക്കെ വന്നു തുടങ്ങി. മിക്കവാറും CBSE സ്കൂളുകളിലൊക്കെ 10th പോകുന്ന കുട്ടികൾക്ക്, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കൗൺസിലിംഗ് തുടങ്ങിക്കഴിഞ്ഞു. കാരണം എക്സാം ഫിയർ, കുട്ടികൾക്ക് മാനസികമായ രോഗങ്ങൾ ഇന്ന് വളരെയധികം കൂടുന്നു എന്നതിൻ്റെ തെളിവാണ് കുട്ടികളുടെ ചൈൽഡ് സൈക്കോളജിസ്റ്റ്, ചൈൽഡ് സൈക്യാട്രിസ്റ്റുമാർ ഇന്ന് ലോകത്തിൽ കൂടി വരുന്നത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഞാനും നിങ്ങളൊക്കെ അതിന് ഉത്തരവാദികളാണ്. ഒരു തെറ്റായൊരു സമൂഹത്തെ മുഴുവൻ വാർത്തെടുത്തു. അതുകൊണ്ട് അനന്തമായ പരമാത്മാവിൽ നിന്നാണ് വന്നതെന്ന ബോധവും ആ പരമാത്മാവിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു, പറയൂ, അതിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു, മനസ്സിലായില്ല? തലയിൽ ഉറപ്പിക്കുന്നില്ല. പരമാത്മാവിൽ നിന്നാണ് വന്നതെന്ന ഒരു ബോധവും പരമാത്മാവിലേക്ക് മനസ്സിനെ ഉറപ്പിക്കാനുള്ള ധ്യാനവും. ഇത് മറക്കരുത് നിങ്ങൾ. വാക്ക് നിങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഈ വായിൽ വരാത്തത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വായിൽ വന്നേ പറ്റുള്ളൂ. അനന്തമായ പരമാത്മാവിൽ നിന്നാണ് വന്നതെന്ന ബോധവും ആ പരമാത്മാവിലേക്ക് മനസ്സിനെ ഉറപ്പിക്കാനുള്ള ധ്യാനവും, ഇത് രണ്ടും കുട്ടികളിലേക്ക് അല്പമൊന്ന് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ ഒരു തളരാത്ത സമൂഹത്തെ ലോകത്തിൽ നേടിക്കൊടുക്കാൻ സാധിക്കും. അതാണ് ഭഗവാൻ അഹമേവാസമേവാഗ്രി നാന്യത്യസതസത്പരം പശ്ചാത്തഹം യഥേതശ്ചായോ അവശിഷ്യേത എന്നിട്ട് പറയുന്നു. എന്തുകൊണ്ട് ഭൂരിപക്ഷം ആളുകൾ അത് മിസ് ചെയ്തു? ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായ. അവിടെയാണ് മായയെ അവതരിപ്പിക്കുന്നത്. റിയലായതിനെ അൺറിയലായും അൺറിയലായതിനെ റിയലായി. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് കയറിനെ കാണുന്നില്ല, പാമ്പിനെ കാണുന്നു. ഇതുപോലെ മനസ്സാണ് പലയിടത്തും ഒട്ടിപ്പിടിക്കുന്നത്, നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ആരൊക്കെയോ ആണ് നമുക്ക് പ്രശ്നം എന്നത്. ഒരു കുട്ടിക്ക് അറിയുന്നില്ല അവൻ്റെ മനസ്സ് മാത്സിലോ വല്ല വിഷയത്തിലോ പോയി ഒട്ടിപ്പിടിച്ച് അസ്വസ്ഥമാവുന്നതാണ് അവനെ ടെൻഷനാക്കുന്നത്, അല്ലാതെ മാത്സ് അല്ല അവനെ പ്രശ്നമാക്കുന്നത്. പ്രശ്നം സബ്ജക്റ്റല്ല ഉണ്ടാക്കുന്നത്, പ്രശ്നം മനസ്സാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തതിനെ മായ എന്ന് വിളിക്കുന്നു. മായ എന്നുള്ളതുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്നും അനുഭവിക്കുന്ന ഒന്നാണ്. മായ എന്നുള്ള ശബ്ദത്തിനർത്ഥം മായ. മാ എന്ന് പറഞ്ഞാൽ അല്ല, യാ എന്ന് പറഞ്ഞാൽ അതല്ല പ്രശ്നമുണ്ടാക്കുന്നത്, ഇതാണ് പ്രശ്നമുണ്ടാക്കുന്നത്. അതല്ല എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതല്ല പ്രശ്നമുണ്ടാക്കുന്നത്, അകത്തുള്ള മനസ്സാ പ്രശ്നം ഉണ്ടാക്കുന്നത്. കയറാണ് വാസ്തവത്തിൽ, പക്ഷെ നമ്മൾ കാണുന്നത് പാമ്പിനെയാണ്. പാമ്പല്ല, കയറാണ്. മാ യാ, അത് അല്ല. യാ എന്ന് പറഞ്ഞാൽ അത്, മാ എന്ന് പറഞ്ഞാൽ അല്ല. അതല്ല എന്ന് പറഞ്ഞാൽ ഏതല്ല? മനസ്സിലായില്ല? നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഈ വാക്കുകളൊക്കെ. ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഈ മായ 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 എന്നിങ്ങനെ പാലക്കാട്ടുകാർ പറയണു, കോഴിക്കോട്ടുകാർ മയാ 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 പറയണു, കോഴിക്കോട്ടുകാരെ മായയ്ക്ക് മായ എന്ന് പറയും. മനസ്സിലായില്ലേ? ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ വീട്ടിൽ രാമായണം വായിക്കായിരുന്നു അത്രേ, ഒരു വീട്ടിലെ മുത്തശ്ശി. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു മുസ്ലിം ഫാമിലിയാണ്. ഈ രാമായണത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ശ്രീരാമസ്വാമി സീതാദേവിയെ വർണ്ണിക്കുന്നൊരു ഭാഗമുണ്ട്. സീതാദേവി തന്നെ സീതയെ വർണ്ണിക്കും. എന്താണ്? മായാമയേ ജഗന്മയേ, വായിച്ചിട്ടില്ല? ചിന്മയേ വായിച്ചിട്ടില്ല? ആരെന്ത് വായിക്കണു? സ്വാമി വല്ല കുങ്കുമപ്പൂവിലും കഥ ചോദിക്കും. അതൊക്കെ ഞങ്ങൾ കൃത്യം പറഞ്ഞു തരാം. ഈ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെയാണ് ഒരു പരിചയമില്ലാതെ പോയത്. നിങ്ങൾ കേട്ടില്ലേ? നിന്നെപ്പോലെ എന്താ പറയുക,
നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അതൊക്കെ നോക്കൂ, നീക്ക് ഒരു മറവിക്കുറവുമില്ല അതിന്. രാമായണത്തിലെ 2 വരികൾ ചോദിച്ചാൽ മായയോ ചിന്മയോ, ഇതെന്തോ അല്ല കണ്ടുപിടിക്കുന്ന പോലെ അവരോടത്തിന് മേലോട്ട് നോക്കും. അപ്പോൾ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, മായാമയേ ജഗന്മയ. അപ്പം അടുത്ത വീട്ടിലെ കാരണവർ പറയാ, ഓ ഹിന്ദുക്കളുടെ പുസ്തകത്തിൽ എത്രയാ മയ എഴുതി വച്ചിരിക്കണതെന്ന്. ജഗത്മയേന്ന്, ചിന്മയേ, മായാമയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മയാണത്രേ, വലിയ മഴ. അപ്പോൾ ജഗത്മയ, ചിന്മയ, ഈ വാക്കുകളൊക്കെ കിട്ടില്ലേ, സീതയെ വിളിക്കുന്ന വാക്കുകളാണ്. അപ്പം ഇവിടെ ഈ മായയെക്കുറിച്ച് ശിഷ്യൻ ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, മായയോ, ശരി പറഞ്ഞുതരാം, കുളിക്കാൻ പോവാന്ന്. അപ്പോൾ ശിഷ്യൻ വിചാരിച്ചു കുളിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒന്നാണ് മായ. കുളിയൊക്കെ കഴിഞ്ഞു, ഗുരു ഒന്നും പറയുന്നില്ല. അല്ല അങ്ങ് പറഞ്ഞു മായയെക്കുറിച്ച് പറഞ്ഞുതരാം. ഓ പറഞ്ഞോ, ആ പോകുമ്പം പറഞ്ഞുതരാം. 1 കിലോമീറ്റർ നടന്നു, 2 കിലോമീറ്ററോളം ഉണ്ട് ആശ്രമത്തിലേക്ക്. അല്ല അങ്ങ് മായയെക്കുറിച്ച് പറഞ്ഞോ? ഓ പറഞ്ഞുതരാം. വീണ്ടും ഒരു ചലനമൊന്നുമില്ല, പറയണമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും, അല്ല അങ്ങ് മായയെക്കുറിച്ച്. ഇത് പറയലും ഗുരു ഓടിച്ചെന്ന് ഒരു മാവ്, ഇപ്പോഴത്തെ മാവൊക്കെ ഇങ്ങനെ ഭൂമിയോടൊക്കെ താഴ്ന്നും പല കൊമ്പുകളൊക്കെ ആയിട്ടല്ലേ നിൽക്കുന്നത്, അങ്ങനെ വളഞ്ഞ് പിരിഞ്ഞ് പോകുന്നൊരു കൊമ്പിൽ കയറി ഒരൊറ്റപ്പിടുത്തം മാവിൻ്റെ കൊമ്പിൽ. എന്നിട്ട് ഉറക്ക വിളിച്ചു പറയാൻ തുടങ്ങി, രക്ഷിക്കണേ രക്ഷിക്കണേ, ഈ മാവെന്നെ പിടിച്ചു വയ്ക്കണു, ഈ മാവെന്നെ പിടിച്ചു കെട്ടണു, എന്നെ ഈ മാവിൽ നിന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ശിഷ്യനൊരു മുട്ടൻ വടിയെടുത്തിട്ട് പറഞ്ഞു, തോന്നിവാസത്തിൻ്റെ ഒരു അതിരുണ്ട്. മായയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നാ അറിയില്ല എന്ന് അറിഞ്ഞാൽ അത് പറഞ്ഞാൽ മതി. ആ മാവിൻ്റെ മുകളിൽ കയറി പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് മാവെന്നെ പിടിക്കണു എന്നും പറഞ്ഞ് ഒന്ന് തരും ഞാൻ വിട്ടിട്ടില്ലെങ്കിൽ. ഗുരുവാണെങ്കിൽ മൈൻഡ് ചെയ്യണില്ല. ഗുരു രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും പറഞ്ഞ് അലറുകയാണ്. എന്നെ മാവ് പിടിച്ച് കെട്ടിയിരിക്കണു, എന്നെ മാവ് ബന്ധിക്കണു, എന്നെ മാവ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ശിഷ്യൻ പറഞ്ഞു, വട്ടിനൊരു പരിധിയുണ്ട്, അത് വട്ടിൻ്റെ പരിധിക്ക് പോകാൻ പാടില്ല. ഞാൻ പോകുന്നു കേട്ടോ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഗുരു മാവ് വിട്ട് ശിഷ്യനെ ആഞ്ഞൊന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് മായ എന്ന്. ഒറ്റ പോക്കും പോയി. ആ ശിഷ്യൻ അവിടെ ഇരുന്നു. അടി അത്ര നല്ല ശക്തിയിലാണ് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇപ്പം പിടികിട്ടിയെന്ന്. ഒരാൾ ആ വഴിക്ക് വരുന്ന സമയത്ത് ശിഷ്യനെ കണ്ടു, എന്താ അവിടെ ഇരിക്കണതെന്ന്. പിടികിട്ടിയെന്ന്. ആരെ പിടികിട്ടി? മായയെ പിടികിട്ടിയെന്ന്. ഹേയ് മായയെ പിടികിട്ടി. അതെന്താണെന്ന്. മാവ് മനുഷ്യനെ പിടിക്കില്ല, പക്ഷെ മനുഷ്യനെ വേണമെങ്കിൽ ഇതുപോലെയാണ്. ഒരു പ്രശ്നങ്ങളും നിങ്ങളെ പിടിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രശ്നങ്ങളെ പിടിക്കാം. നിങ്ങളാണ് പിടിക്കുന്നത്. പക്ഷേ നിങ്ങൾ പറയണോ അവരാണ് എനിക്ക് പ്രശ്നം, അതാണ് എനിക്ക് പ്രശ്നം. മായ അതല്ല പ്രശ്നം. പ്രശ്നം മനസ്സാണ്, അതാണ് പോയി പിടിക്കുന്നത്. ശരിയാണോ പറയുന്നത്? ശരിയാണോ? റിയൽ അൺറിയൽ ആയിരിക്കുന്നു, അൺറിയൽ റിയൽ ആയിരിക്കുന്നു. ശരിയല്ലേ? നിങ്ങൾ സീരിയൽ കാണുന്ന സമയത്ത് നിങ്ങൾക്കതൊക്കെ റിയലാണ്, പക്ഷേ അവരോട് ചോദിച്ചാൽ അതെല്ലാം അൺറിയലാണ്. അതൊന്നും വാസ്തവമല്ല. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കരയണു നടക്കണു. അതല്ലേ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ സിനിമ കാണാൻ പോകുമ്പോൾ കണ്ടുപിടിക്കൂ സ്നേഹം എന്ന്. ഇതാണ് സ്നേഹം. എന്ത് സ്നേഹം? കല്യാണം കഴിഞ്ഞ് 2 പേരും മലയുടെ മുകളിലേക്ക് കയറുന്നു, എന്നിട്ട് വെള്ളത്തിലേക്ക് ചാടുന്നു, തോണിയിൽ വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടുന്നു. ഇതാണത്രേ സ്നേഹം എന്നുള്ളത്. ഉടനെ ഭർത്താവ് പറഞ്ഞു, എനിക്കിങ്ങനെ സ്നേഹിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ആരും കാശ് തരാനില്ലാത്തത് കൊണ്ടാണ്. കാരണം അവർക്ക് അങ്ങനെ സ്നേഹിക്കാൻ നല്ലോണം കാശ് കിട്ടണ്ടേ, അല്ലേ? സിനിമയിൽ സാധിക്കും അതൊക്കെ. പക്ഷെ നമുക്ക് റിയലായിട്ടല്ലേ തോന്നുന്നത്? പക്ഷെ വാസ്തവത്തിൽ അഭിനയമല്ലേ അത്? ആണോ അല്ലയോ? ഇതാണ് സത്യം. അതുകൊണ്ട് മായയെ, നാം ഉള്ളിലൊരു മായയുണ്ടെന്ന് പലരും അറിയുന്നില്ല. ഭൂരിപക്ഷം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ചോദിച്ചു, ഇതിന്ന് എങ്ങനെ പുറത്ത് കടക്കണമെന്ന്. ഇതിന്ന് പുറത്ത് കടക്കാനുള്ള വഴി ഒന്ന്, യഥാർത്ഥമായത് മനസ്സിലാക്കണം. സത്സംഗം വേണം. അതിനാണ് തത്വജിജ്ഞാസുനാത്മന. എന്ത് വേണം?
ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനാം അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവദാ. തത്വജിജ്ഞാസ. എവിടേക്ക് പോണം? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ഗീതയിൽ കൃഷ്ണൻ പറയും. ഇത് താത്വികമായി മനസ്സിലാക്കും. ഈ ജീവിതത്തെ ഒന്നും യഥാർത്ഥമായി മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ സത്സംഗങ്ങളിൽ പോയി അഭ്യാസം ചെയ്യുന്നതോടുകൂടി നാം മാനസികമായി ഉയരുന്നു എന്ന് പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, അപ്പോൾ ഉടനെ പരീക്ഷത്ത് പറയും, എങ്കിൽ എൻ്റെ മനസ്സിനെ ഉയർത്താൻ അതെനിക്കൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ. അതിന് ആ പരീക്ഷത്ത് ഈ ചതുശ്ലോകി ഭാഗവതത്തെ വ്യാസഭഗവാനിൽ നിന്നും വിസ്തരിച്ച് കേൾക്കുന്നതാണ് 3-ാമത്തെ സ്കന്ധം മുതൽ 12-ാമത്തെ സ്കന്ധം വരെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ആദ്യം പറഞ്ഞു കൊടുക്കും. ഈ തൃതീയ സ്കന്ധത്തിൽ വിഷയം അവതരിപ്പിക്കുന്നത് സർഗം. 10 ലക്ഷണങ്ങളാണ് ഭാഗവതത്തിന്, സിലബസുകളാണ് ഭാഗവതത്തിന് വ്യാസഭഗവാൻ കൊടുത്തിരിക്കുന്നത്. പലരും ഇതൊന്നും അറിയുന്നില്ല, പലരും മനസ്സിലാക്കിയില്ല. ഈ ഭാഗവതം അങ്ങനെ ഒരു റാൻഡമായിട്ട് എഴുതിപ്പോയതൊന്നും അല്ലത്, വെറുതെ ഒരു കഥ അങ്ങനെ എഴുതുകയല്ലത്. അതൊരു സിലബസാണത്. അതിൽ 10 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കുകളെ പറയും സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഉദയ, മന്വന്തര, ഈശാനകത, നിരോധം, മുക്തി, ആശ്രയം. ഭാഗവതത്തിൽ 2-ാം സ്കന്ധത്തിൽ 10-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തര ഈശാനകത നിരോധോ മുക്തിരാശ്രയം. മനസ്സിലായില്ലേ? ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേന അർത്ഥേന അഞ്ചസ. ഇതാണ് ശ്ലോകങ്ങൾ. അപ്പോൾ 10 ലക്ഷണങ്ങൾ ഭാഗവത്തിലുണ്ട്. അതിൽ ആദ്യത്തെ ലക്ഷണം സർഗത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നതാണ് തൃതീയ സ്കന്ധം. അവിടെയാണ് വിതുര ഉദ്ധവ സംവാദവും വിതുര മൈത്രേയ സംവാദവും. ആ വിതുര മൈത്രേയ സംവാദത്തിലാണ് വരാഹാവതാരത്തെ അവതരിപ്പിക്കുന്നതും വരാഹാവതാരത്തിന് ശേഷം കപിലാവതാരം, കപില ഭഗവാനും അമ്മയും തമ്മിലുള്ള കാപിലിയോപാഖ്യാനം അവതരിപ്പിക്കും.